നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. പൂനെയിൽ ആഡംബര കാറിടിച്ച 2 IT ജീവനക്കാർ മരിച്ച സംഭവത്തിൽ മദ്യലഹരിയിൽ കാറോടിച്ച 17കാരനെ ഒബ്സർവേഷൻ ഹോമിൽ നിന്ന് ഉടൻ മോചിപ്പിക്കണമെന്ന് ബോംബെ ഹൈക്കോടതി. കൗമാരക്കാരന്റെ ബന്ധു സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് വിധി. 17കാരന്റെ മാതാപിതാക്കളും മുത്തച്ഛനും അറസ്റ്റിലായതിനാൽ കുട്ടിയുടെ സംരക്ഷണ ചുമതല കുട്ടിയുടെ ബന്ധുവിനാണ്. കസ്റ്റഡി ഉത്തരവ് നിയമവിരുദ്ധമാണെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. അതിനാൽ 17കാരനെ കുടുംബത്തോടൊപ്പം വിടണം. കുട്ടിയെ നല്ല നിലയിലാക്കുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. കുട്ടിയെ ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുത്തേക്ക് അയച്ചിട്ടുണ്ടെന്നും കോടതി വ്യക്തമാക്കി. മെയ് 19 പുലർച്ചെ 2:15 17കാരൻ ഓടിച്ച പോർഷെ കാറിടിച്ച ബൈക്ക് യാത്രക്കാരായ യുവ എഞ്ചിനീയർമാർ കൊല്ലപ്പെട്ടത്. പൂനെയിലെ സ്വകാര്യ IT കമ്പനിയിലെ ജീവനക്കാരായ അശ്വിനി കോസ്റ്റ, അനീസ് അവാഡിയ എന്നിവരാണ് സംഭവത്തിൽ ജീവൻ നഷ്ടമായത്. +2 ജയിച്ചതിന്റെ പാർട്ടി കഴിഞ്ഞ് മദ്യലഹരിയിലാണ് 17കാരൻ അമിത വേഗത്തിൽ പോർഷെ കാറിൽ യാത്ര ചെയ്തതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അതിനിടെ അപകടം നടന്ന് 15 മണിക്കൂറിനുള്ളിൽ 17കാരന് ജാമ്യം അനുവദിച്ചത് വ്യാപക വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. റോഡ് അപകടങ്ങളെക്കുറിച്ച് ഉപന്യാസം എഴുതുക, 2 ആഴ്ച ട്രാഫിക് പോലീസിനൊപ്പം പ്രവർത്തിക്കുക, കൗൺസിലിംഗിന് വിധേയമാവുക തുടങ്ങിയ ഉപാധികളോടെയാണ് 17കാരന് ജാമ്യം അനുവദിച്ചിരുന്നത്. ഇത് വാർത്തയായതോടെ പൂനെ അപകടം ദേശീയ ശ്രദ്ധ നേടി. സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമിച്ച 17കാരന്റെ പിതാവ് വിശാൽ അഗർവാൾ, മുത്തച്ഛൻ സുരേന്ദ്ര അഗർവാൾ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായി. അപകട സമയത്ത് വാഹനമോടിച്ചത് കുടുംബ ഡ്രൈവറാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഇവരുടെ ശ്രമം. കുറ്റമേറ്റെടുക്കാനായി കുടുംബ ഡ്രൈവറെ തട്ടിക്കൊണ്ടുപോയി സമ്മതം ചെലുത്തിയതായും കണ്ടെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.